ഹായ് ഡിയേഴ്സ്, ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കപ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കാറ്. എന്നാൽ ഈ കപ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ കഴിക്കാനേ പറ്റും. ഇതിന് ഒരു കറിയുടെയും ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു 3-4 കപ്പ ഞാൻ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുക്കുമ്പോൾ വേവ് കൂടുതലുള്ള കപ്പയാണെങ്കിൽ നമ്മൾ നൈസായിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അധികം വേവില്ലാത്ത കപ്പയാണ്. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ആയതുകൊണ്ട് ഒരു മീഡിയത്തിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതാ കപ്പയെല്ലാം നുറുക്കിയെടുക്കുന്നുണ്ട്. ഈ കപ്പയും മീൻകറിയും എന്നൊക്കെ പറയുന്നത് നമ്മൾ മലയാളികളുടെ ഒരു വികാരം തന്നെയാണല്ലേ. പക്ഷേങ്കിൽ ഈ കപ്പയ്ക്ക് നമുക്ക് ഒരു കറിയുടെയും ആവശ്യമില്ല. നമുക്കിതിങ്ങനെ കഴിക്കാനായിട്ട് പറ്റും. കറിയുടെ ഒന്നും ആവശ്യമില്ലാത്ത നല്ല ഒരു കപ്പയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. കപ്പയെല്ലാം നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. ഇത് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കണം. വേവ് കൂടുതലുള്ള കപ്പയാണെങ്കിൽ നമുക്കൊരു പ്രഷർ കുക്കറിനകത്ത് വേവിക്കാൻ പറ്റും. ഒരു 2 വിസിൽ, 1 വിസിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ചില കപ്പ വേകാൻ ഒരുപാട് പ്രയാസം ഉണ്ടാകും. ഇത് പക്ഷേങ്കിൽ പെട്ടെന്ന് വേകുന്ന കപ്പയായിരുന്നു. അതുകൊണ്ട് ഞാനൊരു പാത്രത്തിലാണ് വേവിക്കുന്നത്. നിരപ്പേ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ച് എടുക്കാം. നമുക്കൊരു മൂടി ഉപയോഗിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ ചേർക്കണം. ഇത് നമ്മൾ വെള്ളം ഇങ്ങനെ ഊറ്റി കളയുമ്പോൾ ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ ഉപ്പിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. നമ്മളിങ്ങനെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളുടെ ഇങ്ങനെ അധികം അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. അത് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കാം. ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തണുപ്പായത് കാരണമാണ് കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഉഴുന്നും ഒക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കപ്പയ്ക്ക്. ഞാൻ പറഞ്ഞു കറിയുടെ ഒന്നും ആവശ്യമില്ല എന്ന്. ഇതിങ്ങനെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കപ്പയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മളുടെ ഉഴുന്ന് ഒരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറ്റൽമുളക് ഒരു 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളകൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. ഒരു സവാള ഇച്ചിരി വലിയ സവാളയാണ്. അത് ഞാനത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അതുകൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സവാള നല്ലതായിട്ടൊന്ന് ബ്രൗൺ നിറമാകണം. ഈ സവോളയ്ക്കോ വറ്റൽമുളകിനോ ഒന്നും ഒരു പ്രത്യേകിച്ച് കണക്കില്ല കേട്ടോ. നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ ഈ വറ്റൽമുളക് ഇടുന്നതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ പച്ചമുളകൊന്നും ഇടുന്നില്ല. അപ്പോൾ വറ്റൽമുളകാണ് ഇതിൻ്റെ ടേസ്റ്റ് എരിവ് കൊടുക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നല്ല ഒരു ബ്രൗൺ നിറമാക്കി എടുക്കാം. ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മളുടെ സവോള ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു കുറച്ച് ഉപ്പ്, സവോളയിൽ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മൾ കപ്പയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഉപ്പൊന്നും ചേർക്കണ്ട. ഈ സവോളയിൽ ഉപ്പൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചൊരു ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ബ്രൗൺ നിറമാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചതച്ച വറ്റൽമുളകാണ് കേട്ടോ. ചതച്ച വറ്റൽമുളക് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തന്നെ മുളക് പൊടിയെക്കാട്ടിലും നല്ലത് ചതച്ച വറ്റൽമുളക് എടുക്കുന്നതാണ്. ഇത് കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചതച്ച മുളകിട്ടതിന് ശേഷം അതിൻ്റെ ഒരു കുത്തൽ മാറുന്നത് വരെ നമുക്ക് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വറ്റൽമുളകിൻ്റെ അളവ് നമുക്ക് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടിയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു കുറച്ച് തേങ്ങ എടുക്കാം. ഞാനൊരു 3 സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയുടെ അളവും നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. തേങ്ങ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരുന്ന കപ്പ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ആദ്യം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ. ചിലർക്കിങ്ങനെ പച്ച തേങ്ങ ഇങ്ങനെ അതിലിങ്ങനെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് തേങ്ങ ഇട്ടാൽ മതിയാകും. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയൊക്കെ ഈ കപ്പയിലെല്ലാം നല്ലതായിട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഉള്ളിയും വറ്റൽമുളകും ഇതെല്ലാം ഈ കപ്പയിൽ നല്ല ഒന്ന് മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ടാണ്. നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും ഇഷ്ടമാകും. നമ്മളെപ്പോഴും ഒരേ രീതിയിലുള്ള കപ്പയൊക്കെയല്ലേ ഉണ്ടാക്കാറ്. അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിനൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.